കുമാറിന്റെ ഔട്ട് ഓഫ് സിലബസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ബാലസാഹിത്യകാരൻ CP പള്ളിപ്പുറം നിർവഹിച്ചു. പൂയപ്പള്ളി തങ്കപ്പൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ ജയപ്രസാദ് കുമാരൻ സ്വാഗതം പറഞ്ഞു. ഓപന കുമാരൻ പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ കവി ചായം ധർമ്മരാജൻ പുസ്തകം പരിചയപ്പെടുത്തി. ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരന്മാരായ ജോസഫ് പനിക്കൽ, വിനോയ് കുമാർ, വാർഡ് മെമ്പർ ലിമ ജിജിൻ, ആർട്ടിസ്റ്റ് CB ഷിബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മിസ് ജയശ്രീ കവിതകൾ മാത്രമല്ല, കഥ, ചിത്രരചന, നൃത്തം എന്നിവയിലും പ്രഗത്ഭയാണ്. മുൻ അഭിഭാഷകൻ കൂടിയായ മിസ് ജയശ്രീ നിലവിൽ UK-യിൽ ആതുര സേവന രംഗത്ത് പ്രവർത്തനം അനുഷ്ഠിച്ചു വരികയാണ്. ഔട്ട് ഓഫ് സിലബസ് എന്ന കവിതാ സമാഹാരത്തിൽ മിസ് ജയശ്രീ കുറിച്ചിടുന്നതും ആവിഷ്കരിക്കുന്നതുമായ വിഷയങ്ങളിൽ വെയിലും പകലും നിലാവും പറവയും കടലും എല്ലാം പ്രമേയമാണ്. അവതാരകയിൽ ശ്രീ MN കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ മനുഷ്യരുടെ സ്നേഹരഹിതമായ ലോകത്തു നിന്ന് കവിതകളിലൂടെ തന്റേതായ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കുകയാണ്. അതിലേക്ക് പരകരായ പ്രവേശനം ചെയ്യുക കൂടിയാണ് മിസ് ജയശ്രീ. നമ്മളെ എല്ലാവരെയും ആ പ്രപഞ്ചത്തിലേക്ക് സ്വീകരിക്കുകയും കൂടി ചെയ്യുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ പൂയപ്പള്ളി തങ്കപ്പൻ മാഷാണ്. മാഷിനെ ചെറായിക്കാർക്കും പള്ളിപ്പുറംകാർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അഭിമാനമായ ഇവിടെ കൂടിയിരിക്കുന്ന പലരുടെയും അധ്യാപകൻ കൂടിയായ ശ്രീ CP പള്ളിപ്പുറം ഈ കവിതാ സമ്മാനത്തിന്റെ പ്രകാശകർമ്മം നിർവഹിക്കുമെന്ന് സദയം ഏറ്റിരിക്കുന്നു. അദ്ദേഹത്തെ സസംസമർദ്ദം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പങ്കെടുക്കുന്നതിനായി സന്നിഹിതനായിരിക്കുന്നു. ഏറെ സന്തോഷത്തോടെ അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒട്ടേറെ രാജ്യാന്തര പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുള്ള യുവ ആർട്ടിസ്റ്റും ചെറായി പള്ളിപ്പുറം നിവാസികളുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനമായ ശ്രീ CB ഷിബു ഈ വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന നിറഞ്ഞ അഭിമാനത്തോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ TR വിനോയ് കുമാർ ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. സസന്തോഷം അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യുവകവിയും ഗായകനുമായ ശ്രീ സുധി അനക്കരയിൽ ചടങ്ങിൽ പങ്കെടുത്ത് ചടങ്ങിൽ ആശംസകളായി എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആദ്യമേ ഒരു ക്ഷമ ചോദിക്കാനുണ്ട്. എൻ്റെ ഈ രൂപത്തിൽ നിങ്ങൾ മുമ്പ് കണ്ടു കാണില്ല. തൊപ്പിയൊക്കെ വെച്ച് വന്നിരിക്കുന്നു. 4-5 ദിവസമായി ജലദോഷവും പനിയൊക്കെ പിടിച്ച് തലകുടിക്കാൻ തോന്നിയില്ലാണോ? ആ തല കണ്ടാൽ ശുചീകരണ തൊഴിലാളികൾ പോലുണ്ടെങ്കിൽ അവരെന്നെ പിടിച്ചുകൊണ്ട് പോകും. അത്തരത്തിലുള്ള പാരമ്പര്യം കിടക്കുന്ന അതുകൊണ്ടാവും എനിക്ക് വെക്കാൻ വേണ്ടി മാത്രമല്ല, അത് അങ്ങേക്ക് വേണ്ടി വെച്ചതല്ല ആദ്യം പറഞ്ഞുകൊള്ളു. എന്തായാലും എൻ്റെ ശിഷ്യകൾ ധാരാളം വികസനീയതരായിരുന്നു. ഏറെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. അതിലേറെ സന്തോഷം എനിക്ക് തരുന്നത് എൻ്റെ ശിഷ്യ ഓമനയുടെ കുട്ടിയാണ് ഇന്നത്തെ താരം ജയശ്രീ കുമാരൻ. ഏതാണ്ട് ഒരു പേരക്കുട്ടിയുടെ പുസ്തക പ്രകാശനം എന്ന ഒരു വൈകാരികമായ അനുഭവമാണ് എനിക്കിപ്പോഴുള്ളത്. കുട്ടികൾ മക്കളാണല്ലോ, പഠിപ്പിക്കുന്ന കുട്ടികൾ ഞങ്ങളുടെ മക്കളാണ്. അപ്പോൾ അവരുടെ മക്കളെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പേരക്കുട്ടികളാണ്. ആ നിലയ്ക്ക് അധ്യക്ഷന് അധികം ചുമതല പുസ്തകത്തിനുള്ളിലേക്ക് കടന്ന് നടത്താനില്ല. കാരണം പ്രകാശനം നടന്നിട്ടില്ല. CP പള്ളിപ്പുറത്ത് പ്രകാശന കർമ്മം നിർവഹിച്ചതിന് ശേഷം മാത്രമേ അതിനുള്ളിലേക്ക് കടക്കുവാൻ പാടുള്ളൂ എന്നാണ്. ഇതിൽ കവിതയെക്കുറിച്ച് അല്പം പറയാനിരിക്കുന്നു. കവിത വായിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്, പക്ഷേ കവികളുടെ എണ്ണം വളരെ അധികമാണ്. ഒരു വൈരുദ്ധ്യം തോന്നുന്നില്ലേ?
കവികൾ എവിടെ ചെന്നാലും ഒരു 10 കവികളെ കണ്ടുകൊണ്ട് അതിനുള്ളിൽ കിട്ടില്ല. പക്ഷെ കവിത വായിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് കവിതയ്ക്ക് ജീവിതത്തിൽ തമ്മിൽ അത്രമാത്രം അഭേദ്യമായ ബന്ധമുണ്ട്. ജീവിതമില്ലാത്ത കവിതയില്ല, കവിതയില്ലാത്ത ജീവിതവുമില്ല. അതാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ പോലും വാക്കുകൾ ഓർത്തു വെച്ച് ആശയം പ്രകാശനം ചെയ്യുന്ന സന്ദർഭത്തിൽ അറിയാതെ നാവിന് മുമ്പിൽ നിന്ന് ഉയർന്നു വീഴുന്ന ചില വാക്കുകൾ കവിതകളായിട്ട് മാറും. നമ്മുടെ കവിതകൾ പറയുന്നത് നമുക്ക് തോന്നില്ല. ഉദാഹരണത്തിലേക്ക് അധികം ഞാൻ പോകുന്നില്ല. അതാണ് കവിതയുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത്. അത് അപ്രാപ്യമെന്ന് പലപ്പോഴും സങ്കല്പിക്കുന്ന ഒരു പ്രകാശമണ്ഡലം തേടിയുള്ള തീർത്ഥയാത്രയാണ്. അതാണ് കവിതകൾ. എല്ലാ കലകളും കവിതയാകുമ്പോഴാണ് അത് ഏറ്റവും ശ്രേഷ്ഠമായി തീരുന്നത്. നാടകമായാലും നോവലായാലും ചെറുകഥയായാലും അത് കവിത, അതിൽ കവിതയുണ്ട് എന്ന് പറയുമ്പോൾ, അത് കവിതാമയമാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം അത് മനസ്സിൻ്റെ വാതിലിൽ വന്ന് മുട്ടുന്നതാണ്. അതിന് ഉദാത്തമായ ആത്യന്തികമായ സന്ദർഭത്തിൽ അത് സംഗീതമായിട്ട് മാറും. അപ്പോൾ വാതിലുകൾ തുറന്നത് ഹൃദയത്തിനുള്ളിൽ പ്രവേശിക്കും. സംഗീതമാകുക എന്നതാണ് കലയുടെ ആത്യന്തികമായ ലക്ഷ്യം. അവിടെയാണ് കവി തൻ്റെ കർമ്മം സാക്ഷാത്കരിക്കപ്പെടുന്ന അനവധ്യ സുന്ദരമായ കാഴ്ചകളാണ്. ഇവിടെ ജയശ്രീ കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്ന് ഞാൻ കിട്ടിയെങ്കിലും ഒന്ന് മറിച്ചു നോക്കി മാത്രമേ കഴിഞ്ഞു. എന്നെ അമ്പരപ്പിച്ച കവിതകളിലൂടെ കവിതകളെല്ലാം വൃത്തരഹിത കവിതകളാണ്. ആധുനിക കവിതകളെല്ലാം ആ തരത്തിലാണ് എഴുതുന്നത്. കവിത തുടക്കം മുതൽ തന്നെ പ്രാചീന കാലത്തും വൃത്തനിബദ്ധമായിട്ടുള്ള കവിതകളാണ്. മാത്രമല്ല ലോകത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന സാഹിത്യശാസ്ത്ര തന്നെ കവിതയാണ്. 1,25,000-ൽ പരം ശ്ലോകങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കൃതിയായ മഹാഭാരതം, വ്യാസനിർമ്മിതമായ മഹാഭാരതം മുഴുവൻ കവിതയാണ്. വിഷ്ണുപൂർവ്വത്തിലൂടെ എഴുതിയിട്ടുള്ള കവിതയാണ്. വാൽമീകിയുടെ രാമായണം കവിതയാണ്. അധ്യാത്മരാമായണം സംസ്കൃതത്തിൽ അജ്ഞാതനായ ഏതോ ഒരു കവി എഴുതിയതാണ്, അത് കവിതയാണ്. ഇത് തന്നെയാണ് ഹോമറും വെർജിലും ഒക്കെ ഗ്രീക്ക് സാഹിത്യത്തിൽ എഴുതിയിട്ടുള്ളതും കവിതകളിലാണ്. അപ്പോൾ കവിത എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം പൗരാണികമായ ഒരു ചരിത്ര ബന്ധവും വൈകാരിക ബന്ധവുമുണ്ട്. കവിതയില്ലാത്ത ഒന്നുമില്ല. വൃത്തത്തിൽ എഴുതിയാൽ അത് കവിതയാകണമെന്നില്ല. കവിതകളാണ്. ഗദ്യത്തിലാണോ വൃത്തനിബദ്ധമായിട്ടാണോ എഴുതുന്നതെന്നല്ല, എഴുതുന്നതിൽ കവിതയുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സാധാരണ നിലയിൽ ഈ ഒരു ധൈര്യം ലവലേശം പോലും ഇല്ലാത്ത ദേശം, പരമിക പരദേശം വാർക്കിൽ അത്യന്തമോശം, പറയിൽ നഹികരാശം വയലിന് ഏകദേശം സൂര്യ നരകദേശം തന്നെയാണ് ഈ പ്രദേശം. പണ്ടൊരു കവി എഴുതിയ കവിതയാണ്. ശാശാശ അനുപ്രാസത്തിന്റെ ബന്ധമാണല്ലോ. ഇതിനെ പഴയ നിരൂപകൻ കുറുക്കോത്ത് കുമാരൻ പറഞ്ഞത് ശബ്ദത്തെ മാനേണിച്ചു പറയുന്നു. പക്ഷേ ജീവനില്ല കവിതയ്ക്ക്, ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ. അതേസമയത്ത് അടിമുടി മടുപ്പുറ തടവീട് ഉടൽ പോലും അടിയുന്നതിനൊടുവിൽ പൊടിമണലിൽ എഴുതിയത് ചങ്ങമ്പുഴയാണ്. മുതലുകാർ ഒരു കയ്യെഴുത്ത് മാസികയ്ക്ക് 2 വരി കവിത വേണമെന്ന് പറഞ്ഞപ്പോൾ സാക്ഷാൽ ചങ്ങമ്പുഴ എഴുതിയ ഈരടിയാണ്. അതിൽ കവിത ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങൾ മൂലം തുടർച്ചയായി പരാജയപ്പെടുന്ന പരീക്ഷാർത്ഥിയാണ് ഞാൻ. പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടാത്ത ചോദ്യങ്ങളെ പിന്നിലുപേക്ഷിച്ച് എൻ്റെ ഉത്തരങ്ങളിലേക്കുള്ള ഒറ്റയടി പാതയിലേക്ക് ഇടതടവില്ലാതെ ഞാൻ ഇറങ്ങി നടക്കുന്നു. അതിനാൽ ജീവിച്ചിരിക്കെ തന്നെ പരീക്ഷകരുടെ രേഖകളിൽ ചുവന്ന മഷിയാൽ ഞാൻ രക്തസാക്ഷിത്വം വഹിക്കുന്നു. പിന്തിരിഞ്ഞോടിയവരുടെ ചരിത്രത്താളുകളിൽ മുൻപേ നടന്നവൾ എന്ന് ഞാൻ ആലേഖനം ചെയ്യപ്പെടുന്നു. അവിടെയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തോന്നിയത്. പിന്തിരിഞ്ഞോടിയവരുടെ ചരിത്രത്താളുകളിൽ മുൻപേ നടന്നവൾ എന്ന് ഞാൻ ആലേഖനം ചെയ്യപ്പെടുന്നു. അതിൻ്റെ ആശയം ഭംഗി വളരെ മനോഹരമാണ്. തോറ്റവരുടെ വേദപുസ്തകങ്ങളിലോ ചിരപരാജിത എന്ന് വാഴ്ത്തപ്പെട്ടവളും ഞാനാകുന്നു. എൻ്റെ ഉത്തരങ്ങളുടെ പ്രചാര വഴികളിലെ ഏക അപ്പോസ്തലയും ഞാനാണ്. സിലബസ് ഇല്ലാത്ത ചോദ്യങ്ങൾ എൻ്റെ പ്രചാര വഴികളിൽ നിന്നുള്ള വ്യതിചലനങ്ങളാണ്. എൻ്റെ ഉത്തരങ്ങളിലേക്ക് പലവരി പാതകളില്ല. അവയിൽ മാജിക് റൗണ്ട് അബൌട്ടുകളോ
ഹെയർപിൻ വളവുകളോ ഇല്ല. വഴി കണ്ടുപിടിക്കൂ എന്ന പേരിൽ നിങ്ങളുടെ മുന്നിലെത്തുന്ന മസിലുകളെ അവ സാദൃശ്യപ്പെടുത്തുന്നേയില്ല. തികച്ചും ഗ്രാമ്യമായ പാതകളിലേക്ക് കുറുക്കു വഴികളുമില്ല. 100% വിജയം ഉറപ്പാക്കുന്ന വെറും നേർ സമവാക്യങ്ങൾ മാത്രമാണവ. 100% വിജയമെന്നത് പരീക്ഷകരുടെ നിർബന്ധമല്ല. പരീക്ഷാർത്ഥിയായ എനിക്ക് അതിൽ കുറഞ്ഞൊരു നിബന്ധനയുമില്ല. കൂടാതെ NCERTയുടെ ദേശീയ അവാർഡ് 1988 തത്തകളുടെ ഗ്രാമം എന്ന കൃതിക്ക് തൃശൂർ സാഹിത്യ വേദി അവാർഡ്, കൈരളി ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് അവാർഡ്, പപ്പടം പഴം പായസം എന്ന കൃതിക്ക് കുടുംബദീപം അവാർഡ്, 1992 മികച്ച അധ്യാപകനുള്ള ദേശീയ അവാർഡ്, അപ്പൂപ്പൻ താടിയുടെ സ്വർഗയാത്ര എന്ന കൃതിക്ക് 1990 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, KCBC അവാർഡ്, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ്, ഏറ്റവും നല്ല മുദ്രണത്തിനുള്ള സംസ്ഥാന അവാർഡ്, കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന ബാലസാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2009 CG ശാന്തകുമാർ അവാർഡ്. കുഞ്ഞുണ്ണി മാഷിന്റെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയ ഒരിടത്തൊരിടത്ത് ഒരു കുഞ്ഞുണ്ണി എന്ന പുസ്തകത്തിന് 2010 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന്റെ കിരീടത്തിലെ പൊൻതുകലുകളാണ്. പ്രധാന കൃതികളെല്ലാം ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, തമിഴ്, ഗുജറാത്തി എന്നീ ഭാഷകളിലേക്ക് വിവർത്തനവും ചെയ്തിട്ടുണ്ട്. നീണ്ട കാലത്തെ അധ്യാപക ജീവിതത്തിൽ നിന്ന് വിരമിച്ച അദ്ദേഹം ഇപ്പോൾ മുഴുവൻ സമയ സാമൂഹ്യകാരനാണ്. ശ്രീ CP പള്ളിപ്പുറം മാഷിനെ പുസ്തക പ്രകാശനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീമതി ഓമന കുമാരൻ. നന്ദി പ്രകാശിപ്പിക്കുന്ന ജയശ്രീ, പ്രിയങ്കരായ സഹോദരി സഹോദരന്മാര്, കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രതിഭകൾ, നമുക്ക് ഏവർക്കും അഭിമാനവും ഏറെ സന്തോഷവും ഉളവാക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമ്മുടെ നാട്ടുകാരിയായ, നമ്മുടെ പ്രിയങ്കരിയായ ഓമന കുമാരന്റെ മകൻ ജയശ്രീ കുമാരൻ എഴുതിയ ആദ്യത്തെ പുസ്തകം ഔട്ട് ഓഫ് സിലബസ് എന്നാണ് അതിന്റെ പേര്. ആ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തു കഴിഞ്ഞു. ഇത് തകർമാർഷകർ സൂചിപ്പിച്ചതുപോലെ വളരെ ഹൃദ്യമായ മനോഹരമായ കവിതകളുടെ ഒരു സമാഹാരമാണ്. നിരവധി കവിതകൾ ഇതിനകത്തുണ്ട്. ആ പേര് തന്നെ നമ്മളെ പ്രത്യേകമായ ഒരു തരത്തിലേക്ക്, സാധാരണ നമ്മൾ കവിതാ പുസ്തകത്തിന്റെ പേര് കേൾക്കുമ്പോൾ അമ്പലമണിയെന്നോ ഓടക്കുഴലെന്നോ ഇങ്ങനെയൊക്കെയുള്ള ഒരു പേരുകളാണ്. ഇത് അതിൽ നിന്നൊക്കെ ഭിന്നമായ ഒരു പേരാണ് ഔട്ട് ഓഫ് സിലബസ്. സിലബസിന് അപ്പുറമുള്ളത് എന്ന അർത്ഥത്തിൽ ആണ് ഈ പുസ്തകത്തിലെ കവിതകളെല്ലാം പോകുന്നത്. ആശയപരമായിട്ടും അങ്ങനെ തന്നെയാണ്. മുഴുവനും ഇങ്ങനെ നോക്കാൻ സമയം കിട്ടിയില്ല. ഇങ്ങനെ ഓടിച്ചു നോക്കിയപ്പോ അതുപോലുള്ള വിഷയങ്ങളാണ്, ഔട്ട് ഓഫ് സിലബസിന് അപ്പുറമുള്ള വിഷയങ്ങളാണ് ജയശ്രീ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തങ്കമ്മ സൂചിപ്പിച്ചതുപോലെ അതെല്ലാം ഗദ്യ രൂപത്തിലുള്ള കവിതകളാണ്. ഇപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം ആ രീതിയിലാണ്. കവിതയ്ക്ക് അടുത്ത കാലത്തുണ്ടായ വലിയൊരു മാറ്റമാണ്. ഞങ്ങളൊക്കെ പഠിച്ചതും ഞങ്ങളൊക്കെ കേട്ടതും ഞങ്ങളൊക്കെ പാടി വളർന്നതും ആയ കവിതകൾ, ക്ലാസ് മുറിയിൽ പഠിപ്പിച്ചതും സ്കൂൾ യുവജനോത്സവ വേദിയിൽ കവിതാപാരായണത്തിന് കേട്ടതുമായ കവിതകളൊക്കെ ഈണത്തിലും താളത്തിലുമുള്ള കവിതകളായിരുന്നു. നമ്മുടെ ആചാര്യന്മാരായ തുഞ്ചത്തെഴുത്തച്ഛനും ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരുമെല്ലാം ഒരു അമൃതവാഹിനി പോലെ ഒഴുക്കിവിട്ട ആ കവിതയുടെ ഒരു മഹാസാഗരം. ആ സാഗരമാണ് ഇങ്ങനെ ഒഴുകി വന്നത്. കേരളത്തിലുടനീളം, മലയാള ഭാഷയിലുടനീളം പരന്നൊഴുകിയത് അത്തരത്തിലുള്ള കവിതയുടെ അമൃതവാഹിനിയായിരുന്നു. ആ ബാറ്റൻ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആധുനിക കവിത്രകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശാൻ വള്ളത്തോടുള്ളൂ നിറഞ്ഞു നിൽക്കുന്ന പേരുകളാണ്. അവരെല്ലാം കവിതയെ കൈപിടിച്ചു കൊണ്ടുപോയത് ഈണത്തിലും താളത്തിലും ഉള്ള വൃത്തകവിത്വമായ കവിതകളിൽ കൂടിയാണ്. അതിനുശേഷം ജീശങ്കരക്കുറിപ്പിനെ പോലുള്ള ജ്ഞാനപീഠ ജേതാവായ ജീശങ്കരക്കുറിപ്പിനെ പോലുള്ള ആളുകൾ എഴുതിയത്, സുഗതകുമാരിയെ പോലുള്ള ആളുകൾ എഴുതി, ONV പോലുള്ള ആളുകൾ എഴുതിയത്, അക്കറ്റം എഴുതിയത് എല്ലാം വൃത്തനിബദ്ധമായ കവിതകളായിരുന്നു.
അപ്പോ അതിലൊരു മാറ്റം മലയാള കവിതയ്ക്ക്. പക്ഷെ ആ കവിതയ്ക്ക് എന്താണ് കുഴപ്പമുണ്ടായിരുന്നതെന്ന് നമുക്ക് ഇന്നും പിടിയില്ല. എന്തുകൊണ്ടാണ് പുതിയ കവികൾ പുതിയ രീതി തേടി പിടിച്ചതെന്ന് നമുക്ക് നിശ്ചയമില്ല. കാലം മാറുന്നതിനനുസരിച്ച് പുതിയ സമ്പ്രദായങ്ങൾ വരും, അത് നല്ലത് തന്നെയാണ്. എങ്കിലും പലപ്പോഴും നമ്മൾ ആ പൊതുധാരയിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് സംശയമുണ്ട്. കാരണം ഓരോ കവികളെ കുറിച്ച് ഓർക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ അവരുടെ ചിത്രം മാത്രമല്ല അവരുടെ കവിതകൾ ഓർമ്മ വരും. പൂന്താനത്തെ പറ്റി ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുണ്ട്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവൻ, മാളികേറിയ മന്നന്റെ തോളിമാറ പുകയ്ക്കുന്നതും ഭവൻ. നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ ഈ ക്ഷണിക പ്രതാപത്തിനൊന്നും ഒരു വിലയില്ല. 2-4 ദിനം കൊണ്ട് ഒരാളെ പ്രതാപത്തിലെത്തിക്കുന്നതും അവനെ താഴെ ഇറക്കുന്നതും എല്ലാം ഈശ്വരനാകുന്ന മഹത്തായ സത്യം, അല്ലെങ്കിൽ പ്രകൃതിയാണ് ആ ഒരു വിശ്വാസം അനുസരിച്ച് ആ സത്യം വിളിച്ചറിയിക്കുന്ന കവിതയാണ്. അപ്പോ ആ കവികളൊക്കെ അങ്ങനെ നമ്മളെ ചിന്തിപ്പിക്കുന്ന കവിതകളാണ് എഴുതിയത്. ജീശങ്കരക്കുറിപ്പ് എഴുതി, ആ വരും നൂലമർദ്ദിനം എന്നാടിന്റെ പാവന പതാകകൾ കടലിൽ തട്ടിപ്പാറും. ആ വരും നൂനം അർദ്ദിനം എന്നാടിന്റെ നാമനങ്ങിയാൽ ലോകം ശ്രദ്ധിക്കും കാലം വരും. കവിത, ഈ കവിതയെല്ലാം, ഈ കവിതാ ശകലങ്ങളെല്ലാം നമ്മൾ ഉണർത്തുന്നതും നമ്മളെ പല കാര്യങ്ങളും വലുതായിട്ട് ഓർമ്മപ്പെടുത്തുന്നതാണ്. വയലാർ രാമോർമ്മ എഴുതിയില്ലേ, ചക്രവാളത്തിൻ മതിൽ കെട്ടിന്മേൽ കയ്യും കുത്തി നിൽക്കും ഞാൻ പ്രപഞ്ചത്തിൻ ഭ്രമണം നിയന്ത്രിക്കാൻ. നീലാകാശ മേഖലകളിൽ നാളെ താരകെ നിന്നെ കൊണ്ട് നർത്തനം ചെയ്യിക്കും ഞാൻ. ഈ ചക്രവാളമാകുന്ന മതിൽ കെട്ടിൽ കുത്തിയിരുന്നുകൊണ്ട്, അല്ലയോ നക്ഷത്രങ്ങളെ, നക്ഷത്രകുമാരികളെ, നിങ്ങളെ കൊണ്ട് ഞാൻ നൃത്തം ചെയ്യിക്കും. ആര്? മനുഷ്യൻ. ആ കവിതകളിൽ തന്നെ മനുഷ്യനാണ്. അപ്പൊ ആ രീതിയിലേക്ക് മനുഷ്യൻ വളരും എന്ന ആ സ്വപ്നം ആണ് വയലാറിൽ കൂടി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. സുഗതകുമാരി ഇപ്പോ സ്ത്രീകളുടെ പീഡനത്തിനെതിരായിട്ട് ശബ്ദമുയർത്തിയ സമീപകാലത്ത് ഏറ്റവും തീവ്രമായ കവിതകൾ എഴുതിയത് നമുക്കറിയാം, സുഗതകുമാരിയായിരുന്നു, ശ്രദ്ധിക്കപ്പെട്ട കവയിത്രി എന്നറിയാം. അവരുടെ കവിതകളൊക്കെ ഈണത്തിലും താളത്തിലുമുള്ള കവിതകൾ തന്നെയാണ്. അവരുടെ മരത്തിനൊരു സ്തുതി ഞാൻ അത്ഭുതപ്പെടുത്തുന്ന ഒരു കവിതയാണ്. കാരണം മരത്തിന്, നമ്മുടെ മരത്തിന്റെ വില നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ആ വില മനസ്സിലാക്കാൻ വേണ്ടി അവർ എഴുതിയിട്ടുള്ള കവിതയാണ് മരത്തിന് സ്തുതി, മരത്തിനൊരു സ്തുതി. തണുത്ത പൂന്തണൽ വീശി പടർന്നു ചൂർന്നു നിൽക്കുന്ന മരത്തിന്റെ തിരിൽ മൂടി കിടാതൊടുന്നേയും നീലകണ്ഠ സ്വാമിയെ പോൽ വിഷം താനെ പൂജിച്ചിട്ട് പ്രാണവായു തരുന്നോനായി ഇതാ തൊടുന്നേ. നീലകണ്ഠ സ്വാമിയെ പോൽ വിഷം താനെ പൂജിച്ചിട്ട് പ്രാണവായു തരുന്നോ. ഞാനിത് വിശദമായിട്ടൊന്നും പറയാനുള്ള സമയമില്ല. അതായത് നീലകണ്ഠ സ്വാമി എന്താണ് ചെയ്തത്? മാനവരാശിയെ നശിപ്പിക്കുന്ന, ഭൂമണ്ഡലത്തെ പ്രപഞ്ചത്തെ ആകെ ഇല്ലാതാക്കുന്ന കാളകൂട വിഷം താഴെ വീഴുമെന്നായപ്പോ മാനവരാശിയെ, ജീവജാലങ്ങളെ രക്ഷിക്കാൻ അദ്ദേഹം അത് കയ്യിലെടുത്ത് കുടിച്ചല്ലോ. ആ സംഭവം അങ്ങനെ കുടിച്ചിട്ടാണ് നമ്മളെല്ലാം രക്ഷപ്പെടുത്തിയതെന്നാണ് ഒരു പുരാണത്തിൽ നമ്മൾ വായിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ മരം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളത് അറിയുന്നില്ല, മരം നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാളകൂട വിഷം പോലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചു കുടിച്ചിട്ട് നമുക്ക് ശുദ്ധമായ ഓക്സിജൻ നൽകുന്നത് മരമാണ്. അത് ഓർമ്മപ്പെടുത്തുക. നീലകണ്ഠ സ്വാമിയെ പോൽ വിഷന്താനെ പൂജിച്ചിട്ട് പ്രാണവായു തരുന്നോനായി ഇതാതൊടുന്നേ. കവിതയ്ക്ക് പോകും. ഇതിലെല്ലാം ഈണത്തിന്റെ താളത്തിന്റെ ഒരു കിലുക്കമുണ്ട്. ചോല തുടിക്കും ചെറുകൈകളെ പേറുകവന്നീ പദങ്ങൾ, ഏറിയ തലമുറയേറിയ പാലിൻ വാരടി മംഗള ബന്ധങ്ങൾ, വൈരവിളിയുടെ ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള ഉജ്ജ്വലമായ കവിതകളെല്ലാം ഇടക്കാലത്ത് വെച്ച് അവിടേക്ക് ഒരു വലിയ മാറ്റം പെട്ടെന്നാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ സംശയിക്കുന്ന ഒരു കാര്യം, ഈ കവി മരിച്ചു പോയാൽ, ഇത് എഴുതിയാൽ മരിച്ചു പോയാൽ പിറ്റേ ദിവസം ഇവരുടെ കവിത ഉണ്ടാവുമോ? അടുത്ത ശ്രാദ്ധം വരുമ്പോൾ ഇവരുടെ കവിത ആരുടെയെങ്കിലും നാവിൻ തുമ്പിൽ ഉണ്ടാവുമോ എന്നുള്ള ഒരു ചിന്ത
എന്റെ മനസ്സിൽ എപ്പോഴും പറയാറുള്ളതാണ്. കാരണം ഓർമ്മിക്കട്ടെ, 118 വർഷം മുമ്പ് ഒരു കവി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കവിത എഴുതി. 118 വർഷം. എന്താണ്? വെറുതെ 8 വരി. കാക്കേ കാക്കേ കൂട്ടലിന്റെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്ന് കരഞ്ഞിടും. കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം, ഇല്ല തരില്ലേ നെയ്യപ്പം, അയ്യോ കാക്കയെ പറ്റിച്ചു. ഇതാണ് കവിത. 118 വർഷമായി കൊല്ലൂരിൽ ഈ കവിത എഴുതിയത്. ഇന്നും കുഞ്ഞുങ്ങൾ എത്ര കൗതുകത്തോടെയാണ് ആ കവിത കേൾക്കുന്നത്. ഇന്നും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരം കവിതകൾ, ഈ കാക്കകളൊക്കെ പലപ്പോഴും കേൾക്കുക. പല ഇതിലും വാട്സപ്പിലായാലും യൂട്യൂബിലായാലും ഒക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ ഒരു മാറ്റം വന്നു എന്ന് മാത്രമേ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെയുള്ള കവിതകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്, നിലനിന്നത്, നിലനിൽക്കാൻ പോകുന്നത് അത് തന്നെയാണ്. ഈ ഭാസ്കരന്റെയും ഉള്ളൂരിന്റെയും ONV-യുടെ എല്ലാം കവിതകൾ ഇങ്ങനെ നിരന്തരമായിട്ട് വന്നു വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഓർത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമുക്ക് ഇപ്പോഴത്തെ കവികളുടെ കവിതകൾ ചൊല്ലാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ പുതിയ കവിതയെ സ്വാഗതം ചെയ്യുന്നത്. പക്ഷേ ആ കവിതകളിലെല്ലാം മറ്റുള്ള സൂചിപ്പിച്ചതുപോലെ ജീവിത യാഥാർത്ഥ്യങ്ങൾ, ഔട്ട് ഓഫ് സിലബസ് എന്ന് പറഞ്ഞാൽ സിലബസിൽ പെടാത്ത കാര്യമാണ്. സിലബസിൽ പെടാത്ത ഒരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാൽ, ഇവിടെ കാരശ്ശേരി മാഷാണ് ഇതിനെ, പ്രൊഫസർ M.N. കാരശ്ശേരിയാണ് ഇതിനെ അവതാരിക എഴുതിയിരിക്കുന്ന നിസ്സാരനായ ആളല്ല. മലയാളത്തിൽ ഇന്ന് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന നിരൂപകരിൽ എഴുത്തുകാരിൽ ഒരാളാണ് M.N. കാരശ്ശേരി. ആ കാരശ്ശേരി പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും ആ മുഖത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. കവിതയുടെ പ്രത്യേകതകളെല്ലാം അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മള് ഒരു ഇതിൽ പെടാത്ത ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ആകെ അമ്പരപ്പാണ്. പരീക്ഷാ ഹോളിൽ സിലബസിൽ ഇല്ലാത്ത ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആകെ ക്ലാഷായി, ആകെ കുഴപ്പമായി, അധ്യാപകര് നെട്ടോട്ടമായി, കുട്ടികളാകെ വേർക്കലായി, ചിലർ കരച്ചിലായി, അങ്ങനെയുള്ള. അപ്പൊ അങ്ങനത്തെ ഒരു പേര് തന്നെയാണ് ഈ പുസ്തകത്തിൽ കണ്ടെടുത്തത്. ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും ഔട്ട് ഓഫ് സിലബസ് ആണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതിഫലനമാണ് അല്ലെങ്കിൽ പ്രതികരണമാണ് ജീവിതത്തിൽ അതുപോലുള്ള പലപ്പോഴും നമ്മൾ ഓരോ പ്രശ്നങ്ങളെയും നേരിടേണ്ടി ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രകൃതിയൊക്കെ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു കവിത മാത്രം ഞാൻ ഒന്നെടുത്ത് കാണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നിരവധി പേര് സംസാരിക്കാനുള്ളതാണ്. ഡോക്ടർ ചായൻ ധർമ്മരാജൻ മാഷ് ഞാൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ്. നന്നായിട്ട് അദ്ദേഹത്തിന്റെ രചനകളൊക്കെ ശ്രദ്ധിക്കാറുള്ളതാണ്. അദ്ദേഹമാണ് ഇവിടെ പരിചയപ്പെടുത്തും, പുസ്തകത്തിൽ പഠനമൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ കഴിയും. ഇത് അപൂർണമായ ക്യാൻവാസ് എന്നൊരു കവിത ഇതിലുണ്ട്. അപൂർണമായ ക്യാൻവാസ്. കടലിപ്പോൾ സൂര്യനെ കരയിലേക്ക് നീട്ടി വരയും. തീരത്ത് ഒറ്റയ്ക്കൊരു കടൽപ്പാലം തിരകളിടുന്നു. പറന്നു വന്നിരുന്ന് ഒറ്റയ്ക്കൊരു കടൽക്കാക്ക തിരകളിടുന്നു. കടൽപ്പാലത്തിനറ്റത്ത് കറുത്ത നിഴലായി ഒറ്റയ്ക്കൊരു പെൺകുട്ടി തിരകളിടുന്നു. കടൽപ്പാലവും കടൽക്കാക്കയും കറുത്ത പെൺകുട്ടിയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് തിരകളിടുന്നു. കടൽപ്പാലവും കടൽക്കാക്കയും കറുത്ത പെൺകുട്ടിയും ഒരുമിച്ച് തിരകളിടുന്നു. കടലപ്പോൾ ക്യാൻവസ് മടങ്ങുന്നു. ഭൂമി നിവർത്തിയ കറുത്ത ക്യാൻവസിൽ ഇപ്പോൾ ഒറ്റയ്ക്കൊരു കടൽപ്പാലം ഒഴുകി ഒഴുകി പോകുന്നു. ഒറ്റയ്ക്കൊരു കടൽക്കാക്ക പറന്ന് പറന്ന് പോകുന്നു. ക്യാൻവസിൽ കാണാതായ പെൺകുട്ടിയെ തേടി ഒറ്റയ്ക്കൊരു കടലിപ്പോൾ തിരകൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു. ഒരു ധ്വന്യാത്മകമായ കവിതയാണ്. എനിക്ക് വളരെ സുന്ദരമായിട്ട് നല്ലൊരു മനോഹരമായ ഒരു സങ്കല്പമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് വായിച്ചത്. ഇങ്ങനെയുള്ള ഒന്നാന്തരം കവിതകളുടെ സമാഹാരമാണ്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.